തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിൽ മഹാബലിയെ എതിരേൽക്കാൻ ചടങ്ങ് നടക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ. ഒരു വലിയ ഐതിഹ്യത്തിൻ്റെ പ്രതീകമാണ് ഈ ചടങ്ങ്. മഹാബലിയെ എഴുന്നള്ളിക്കാനുള്ള ചടങ്ങ് അവിടെ നടക്കുകയാണ്. തിരുവോണ സദ്യത്തിന് ശേഷം രാവിലെ 10:30 നടക്കും. ഒരു കുട്ടി വാമനനൊക്കെ അവിടെ തയ്യാറായിട്ടുണ്ടല്ലേ? മനോഹരമായ ദൃശ്യങ്ങൾ, മൂലക്കുടയൊക്കെ ചൂടി ആ ദൃശ്യങ്ങൾ കഥ പറയുകയാണല്ലേ ശ്രുതി? നമ്മുടെ എത്രയോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വാമൊഴിയായി കേട്ടുവന്ന ആ കഥയുടെ ആവിഷ്കാരം, ആ ഐതിഹ്യത്തിൻ്റെ ആവിഷ്കാരം. മഹാബലിയെ വരവേൽക്കാൻ വേണ്ടി വാമനൻ ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ്. അതെ, മഹാബലി എപ്പോഴും ഒരു ത്യാഗത്തിന് പ്രതീകം കൂടിയാണ് കേട്ടോ. കാരണം ചോദിക്കുന്നത് എന്തും മറ്റൊരാൾക്ക് നൽകുന്ന ദാനശീലനായ ഒരു സുരചക്രവർത്തിയായിരുന്നു മഹാബലി എന്ന് പറയുന്നത്. വാമനൻ 3 അടി മണ്ണ് ചോദിക്കുന്നു. ഒരു കുട്ടി ബാലനായി എത്തുന്നു. 3 അടി മണ്ണ് അദ്ദേഹം കൊടുക്കുന്നു. ഒടുവിൽ പയ്യെ ആ ബാലൻ ഭൂമിയും പാതാളവും അളന്ന്, അതെ, ഒടുവിൽ മഹാബലി തന്നെ പാതാളത്തിലേക്ക് പോയി. കാണിച്ചു കൊടുക്കും. അതെ, അദ്ദേഹം എന്തായാലും ഇന്ന് അദ്ദേഹത്തിൻ്റെ ജനങ്ങളെ കാണാൻ, അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവരെ കാണാനായി വരുന്ന ദിവസമാണ്. രേഷ്മ എന്തായാലും ഇപ്പോൾ ആ ഒരു ഐതിഹ്യത്തിൻ്റെ ആ ഐതിഹ്യം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ആ ചടങ്ങ് എന്നുള്ളതാണ്. മഹാബലിയെ എതിരേൽക്കൽ ചടങ്ങ് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പറയൂ, എങ്ങനെയാണ് അവിടെ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്? നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ മഹാബലിയെ എതിരേൽക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വാമന ഭഗവാന്റെ, വാമനമൂർത്തിയുടെ പ്രതിരൂപമായിട്ടൊരു കുഞ്ഞാണ് ഇവിടെ വന്ന് മഹാബലി സ്ഥാനത്തെത്തി മഹാബലി തമ്പുരാനെ എതിരേറ്റ് കൊണ്ടുപോകുന്നത്. അതായത് മഹാബലി തമ്പുരാനെ എതിരേറ്റ് നേരെ കൊണ്ടുവരും. ഇന്ന് ഈ തിരുവോണ ദിനത്തിൽ തൻ്റെ പ്രജകളെ കാണാനായിട്ട് എത്തുന്ന മഹാബലി തമ്പുരാനെ എതിരേൽക്കുക എന്നുള്ള ഒരു ദൗത്യം, അത് വാമന ഭഗവാനെ സംബന്ധിച്ച് അത് ഒരു പ്രതിരൂപമായിട്ടൊരു കുഞ്ഞിലൂടെയാണ് നടത്തുക. അതിൻ്റെ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഗജകേസരിയുടെ, അതായത് ആനയുടെയും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ എതിർവശത്തുള്ള, അതായത് എതിർവശത്ത് മഹാബലിയുടെ ആസ്ഥാനമുണ്ട്. അവിടെയാണ് മഹാബലി കുടികൊള്ളുന്നു എന്നുള്ളൊരു സങ്കല്പവും അവിടെ പ്രതിഷ്ഠയുണ്ട്. ആ പ്രതിഷ്ഠയിൽ അവിടെ പൂജയും കാര്യങ്ങളും നടത്തിയതിന് ശേഷം വിവിധ ചടങ്ങുകളുടെ ഭാഗമായിട്ട് തൃക്കാക്കര ആ ശ്രീകോവിലിൻ്റെ ഭാഗത്തു നിന്നും, വാമനമൂർത്തിയുടെ ശ്രീകോവിലിൻ്റെ ഭാഗത്തു നിന്നും വാമന ഭഗവാൻ നേരെ ഈ മഹാബലിയുടെ സ്ഥാനത്തേക്ക് എത്തി മഹാബലി തമ്പുരാനെ എഴുന്നള്ളിച്ച് കൊണ്ടുപോകും. താലപ്പൊലി മേളങ്ങളുണ്ട്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് താലപ്പൊലി എടുക്കുക. അതിൻ്റെ പൂജാകർമ്മങ്ങളിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. നേരെ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് കൊണ്ടുപോകും. അതാണ് ചടങ്ങ്. ഈ തൃക്കാക്കര ക്ഷേത്രത്തിലെ ശിവക്ഷേത്രത്തിന് മുന്നിലായിട്ടാണ് മഹാബലിയുടെ സങ്കല്പവും പ്രതിഷ്ഠയും ഉള്ളത്. എന്തായാലും ഈ ഒരു ചടങ്ങാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ചടങ്ങ്. കാരണം ഈ ചടങ്ങ് കാണാനായിട്ട് നിരവധി ഭക്തജനങ്ങൾ ഇവിടെ ക്യൂ നിന്ന് അവർ നേരത്തെ തന്നെ ഇവിടെ വന്ന് ഈ ചടങ്ങിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കാറുണ്ട്. തൃക്കാക്കര അപ്പനെ സംബന്ധിച്ച്, തൃക്കാക്കര ക്ഷേത്രത്തെ സംബന്ധിച്ച് ഭാരതത്തിലെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള വാമന ഭഗവാന്റെ, വാമനമൂർത്തിയുടെ ക്ഷേത്രമാണ്. അത്ര കണ്ട് പേരുകേട്ട ക്ഷേത്രമാണ്. ഈ ഒരു മഹാബലി എതിരേൽക്കൽ ചടങ്ങിന് ശേഷമാണ് മറ്റ് ആനകളെ കൊണ്ടുള്ള എഴുന്നള്ളത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. അതിനുശേഷം ശ്രീഭൂതബലി ഉണ്ടാകും. ശേഷം പത്രയോടുകൂടിയാണ് ഇവിടുത്തെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള തിരുവോണ സദ്യ നടക്കുക. ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് വാമന ഭഗവാന്റെ പ്രതിരൂപമായിട്ടുള്ള കുഞ്ഞ്. ഈ കുഞ്ഞിനെ ഈ കുഞ്ഞാണ് മഹാബലിയെ എതിരേറ്റ് കൊണ്ടുപോകുന്നത്. അതിന് മുന്നോടിയായിട്ടുള്ള പൂജാകർമ്മങ്ങളാണ് തിരുമേനി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വാദ്യമേളങ്ങൾ ഉണ്ടാകും അകമ്പടി സേവിക്കാനായിട്ട്. അതോടൊപ്പം തന്നെ ഓണപ്പാട്ട് ഉൾപ്പെടെ ആണ് അകമ്പടിയോടുകൂടിയാണ് നേരെ ക്ഷേത്രത്തിനകത്തേക്ക് കൊണ്ടുപോവുക. ഇവിടുത്തെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് വാമന ഭഗവാൻ മഹാബലി തമ്പുരാന് കാവലായിട്ട് നിലകൊണ്ടു എന്നുള്ളതാണ് ഒരു വിശ്വാസം. അതോടൊപ്പം തന്നെ വാമന ഭഗവാൻ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തി എന്നുള്ളതല്ല, മറിച്ച് അനുഗ്രഹിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മഹാവിഷ്ണുവിൻ്റെ അവതാരമായിട്ടുള്ള വാമന ഭഗവാന്റെ തിരുപ്പാദം പതിഞ്ഞ ഇടം തിരുക്കാൽക്കര എന്നുള്ളത് ചുരുങ്ങി തൃക്കാക്കരയായിട്ട് മാറിയത്. ആ ചടങ്ങുകളാണ്, തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹാബലി എതിരേൽക്കൽ ചടങ്ങാണ് ഇവിടുത്തെ ഏറ്റവും സവിശേഷമായിട്ടുള്ള ചടങ്ങ്. ആ ചടങ്ങിന് ശേഷമാണ്
ശ്രീഭൂതബലി ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ഉണ്ടാകുക. ശേഷമാണ് ചരിത്രപ്രസിദ്ധമായിട്ടുള്ള തിരുവോണ സദ്യ ഉണ്ടാകാറ്. എന്തായാലും ഈ ഓണവുമായിട്ട് ചരിത്രപരമായിട്ടും ഐതിഹ്യപരമായിട്ടും ഏറ്റവും അടുപ്പമുള്ളതാണ് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം. ഇവിടെ തിരുവോണനാളിൽ എത്തിച്ചേരാൻ സാധിക്കാത്ത ഭക്തജനങ്ങൾക്ക് വീടുകളിൽ അത്തപ്പൂക്കളത്തിൽ തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് മാറാൻ സാധിക്കും. ഈ മഹാബലി തമ്പുരാനെ എഴുന്നള്ളിച്ച് കൊണ്ടുപോയി ഇന്നത്തെ ഈ ഒരു തിരുവോണ ദിവസം പ്രജകളെ കാണാനായിട്ട് എത്തുന്ന മഹാബലി തമ്പുരാനെ എഴുന്നള്ളിക്കുക എന്നുള്ളത് വാമനമൂർത്തി ഭഗവാനാണ് ചെയ്യുന്നത്. ആ പ്രതിരൂപമായിട്ടുള്ള കുഞ്ഞാണ് വാമനമൂർത്തിയായിട്ട് വന്ന് മഹാബലി തമ്പുരാനെ ഈ മഹാബലി കുടികൊള്ളുന്ന ഈ സങ്കല്പം ഉറങ്ങുന്ന ഈ അദ്ദേഹത്തിൻ്റെ പ്രതിഷ്ഠയുള്ള ഈ ആസ്ഥാനത്ത് നിന്ന് നേരെ കൊണ്ടുപോകുന്നത്. തൊട്ടപ്പുറത്ത് ആനയുണ്ട്, അമ്പാരിയുണ്ട്, വാദ്യമേളങ്ങളുണ്ട്, താലപ്പൊലിയുമായിട്ട് സ്ത്രീ ഭക്തജനങ്ങളുണ്ട്. ആ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹാബലിയെ വരവേൽക്കാനുള്ള ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. കുട്ടി വാമനൻ തയ്യാറായി കഴിഞ്ഞു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ ഒരു ഐതിഹ്യത്തിൻ്റെ ആവിഷ്കാരമാണ് ഇപ്പോൾ തൃക്കാക്കര ക്ഷേത്രത്തിൽ നടക്കുന്നത്.